നമ്മൾ മലയാളികൾ കറിവേപ്പില നന്നായിട്ട് കറികളിൽ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ കറിവേപ്പില എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു, അതായത് നമുക്ക് വിട്ട് കളയാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെയൊക്കെ, ഞാനിവിടെ പുറത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കറിവേപ്പിലയൊക്കെ കിട്ടുമെന്നൊക്കെ ആദ്യമൊക്കെ സംശയമായിരുന്നു. പക്ഷേ നമ്മൾ ഈ താമസിക്കുന്ന ഏരിയയിൽ ഇവിടെ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഇഷ്ടംപോലെ കറിവേപ്പില ഓരോ ബിൽഡിങ്ങുകാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടെന്നാണ് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ബിൽഡിങ്ങിലുള്ളവർക്ക് ആ കറിവേപ്പില പറിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിത് പറിക്കാറില്ല. അപ്പം നമുക്കിതെങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു ക്വാണ്ടിറ്റി കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് കറിവേപ്പില സൂക്ഷിച്ച് വയ്ക്കുന്നതെന്ന്. അപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നന്നായിട്ടത് കഴുകിയിട്ട് നന്നായിട്ടത് നീണ്ട ഒരു പേപ്പറിൽ വിരിച്ച് ഇടും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ടവലിൻ്റെ പുറത്ത് ഞാൻ ഇട്ടിരുന്നത്. അത് ഏകദേശം 2 ആഴ്ചയോളം കഴിഞ്ഞ കറിവേപ്പിലയാണ്. അതിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകി ബാക്കിയുള്ളത്, അത് ഇങ്ങനെ തണ്ടോട് കൂടി വെക്കുന്നത് കൊണ്ട് കുറേ ഒരു 2 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തണ്ടിൽ നിന്ന് ഇലയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഇലയൊക്കെ പൊഴിഞ്ഞത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകി ജസ്റ്റ് കുപ്പിയിലാക്കി വെച്ചതാണ്. അപ്പം ഇന്ന് പുതുതായിട്ട് കിട്ടിയതിനെ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച് ഇതുപോലെ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സൂക്ഷിക്കാറ്. ഇതുവരെയും